ഹായ്, ഷബീർ ഞങ്ങളുടെ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ. ഷബീറിനെ കണ്ടു. ഷബീർ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവരെ പ്രകാശ് കാരാട്ടിനെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി കൂട്ടി. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ട്രെയിനിങ്? അവരെ ട്രെയിൻ ചെയ്യിച്ച് ഇങ്ങനെ അണിനിരത്തിയതിൻ്റെ ഒരു അല്ല, അതൊരു 3 മാസത്തിലധികമായിട്ട് നീണ്ട ഒരു പ്രോസസ്സാണ്. എല്ലാ ലോക്കൽ മേഖലയിലും ഇതിൻ്റെ പരിശീലനം നടന്നു. ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട്, ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരേഡ് നടന്നു. അതിനുശേഷം ഇപ്പോൾ ഈ സമ്മേളനത്തിന് മുൻപ് തന്നെ ഒരാഴ്ച മുൻപ് എല്ലാ ലോക്കൽ മേഖലയിലും ഒരു ഡ്രസ് റിഹേഴ്സൽ, എല്ലാവരും ഡ്രസ്സ് ഇട്ട് പരേഡ് ചെയ്ത് അതിൻ്റെ സല്യൂട്ട് നേതാക്കന്മാരെല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പ്. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ആശങ്കയുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ കാർമേഘമൊക്കെ കണ്ടപ്പോൾ മഴ പെയ്താൽ നമ്മുടെ വോളണ്ടിയേഴ്സ് എല്ലാം മഴയൊക്കെ മാറി നിന്നു. നിങ്ങളുടെ ആ ഒരു തീർച്ചയായിട്ടും എല്ലാവരും വോളണ്ടിയർ മാർച്ച് അതിഗംഭീരമായ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇവിടെ വരുന്നതിൽ ഒരു വലിയ വിഭാഗവും ഈ റെഡ് വോളണ്ടിയർ മാർച്ച് നന്നായിട്ട് ആസ്വദിക്കാൻ. ഞങ്ങളുടെ ആകാശ ദൃശ്യങ്ങൾ ഡ്രോൺ വിഷ്വൽസിലൊക്കെ അതിഗംഭീരമായി പറക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ ഈ LED വോളിലൊക്കെ കണ്ടായിരുന്നു. അതെ, നമ്മൾ കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു സംതൃപ്തിയാണ്. നമ്മൾ നന്നായി ചെയ്യുന്നത്. ഇവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഗംഭീരമായ റെഡ് വോളണ്ടിയർ മാർച്ച് ആയിരുന്നു. നേതാക്കളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇരുന്നാൽ കാണാമായിരുന്നു അല്ലേ? ചിന്തയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം സ്വന്തക്കാരാണ്, വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും അതത്ര പെർഫെക്റ്റ് ആയിരിക്കണം. ആളുകൾ ഇങ്ങനെ കണ്ടിരിക്കുകയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല അനുഭവമാണ്. നന്നായി ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. നല്ല ട്രെയിനിങ് ആയിരുന്നു. പക്ഷേ അതെ, നന്നായി ആളുകൾ അണിനിരക്കുന്ന തരത്തിലേക്ക് ഒരു ആവേശപൂർവ്വമാണ് റെഡ് വോളണ്ടിയർ മാർച്ച് ആളുകൾ അണിനിരന്നത്. ആദ്യമായിട്ടാണോ? അല്ലല്ല, കുറേ വർഷങ്ങളായി. അതെ. എത്ര സമ്മേളനങ്ങളിൽ? ഏതാണ്ട് ഒരു 10-12 വയസ്സ് തൊട്ടേ റെഡ് വോളണ്ടിയറായിട്ട് വേഷം ധരിക്കുന്നുണ്ട്. ഷബീറോ? ഞാനും ഇപ്പോൾ ഈ ജില്ലാ ക്യാപ്റ്റനായിട്ട് തന്നെ 4 സമ്മേളനമായിട്ടെല്ലാം ജില്ലാ ക്യാപ്റ്റനായിട്ട് തന്നെ ജില്ലാ പ്രസിഡന്റാണ് ഡിവൈഎഫ്ഐയുടെ. ഞാൻ ചവറ ഏരിയ ക്യാപ്റ്റനാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റോ? വോളണ്ടിയറാണ്. എൽസിയിലാണ്. ചവറ, കൊല്ല ഈസ്റ്റ് 3 ഏരിയകളാണ്. ജില്ലാ ക്യാപ്റ്റനാണ്. ജില്ലാ കമ്മിറ്റി അംഗമായി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. പല പ്രത്യേകതകളാണ്. ഒരുപാട് സന്തോഷം. കാരണം ഈ സമ്മേളനം കഴിഞ്ഞൊക്കെ ഇങ്ങനെ കണ്ട് സംസാരിക്കും. ഈ സമ്മേളനത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിന്റെ യൂത്തും അതുപോലെ തന്നെ കൗമാരക്കാരും കുട്ടികളും. ഇപ്പം AI ഒരു സെമിനാർ നടത്തി. അതിൽ വന്നത് നമ്മുടെ 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള റൗൾ അജു ജോൺ, എല്ലാവർക്കും അറിയാം. അപ്പൊ റൗൾ വേൾഡ് മുഴുവൻ ക്ലാസ് എടുക്കുകയാണ്. ആ കുട്ടിയുടെ ഫാദർ ആ കുട്ടി വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സംശയം. അവർ റൗള് നമ്മുടെ സമ്മേളനത്തിന് വന്നു. എക്സാമിന്റെ ഇടയിലാണ് വന്നത്. പങ്കെടുത്ത അശ്വമേധത്തിൽ റൗളും റൗള് വന്നിട്ടുണ്ട്. അപ്പം കൈരളിയോട് ഞങ്ങൾക്ക് പ്രത്യേക നന്ദി. ഇത്രയും ദിവസം നിങ്ങൾ എല്ലാവരും വന്നു. ശംഭിച്ചേട്ടനായാലും ശരത്തേട്ടനായാലും ഞങ്ങളുടെ രാജ്കുമാറായാലും. ഇന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ, നാളെ മുഴുവൻ വോളണ്ടിയേഴ്സ് നഗരം എല്ലാം വൃത്തിയാക്കുന്നു, നഗരത്തെ പഴയ നിലയിലാക്കുന്നു എന്നുള്ളതാണ്. അതെ, അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾ വന്നൊരു സമ്മേളനം, ആശ്രാമ മൈതാനം പോലെ ഇത്രയും വിശാലമായ സ്പേസ് ഉള്ളൊരു സ്ഥലം, ഇത് ഉറപ്പായും ഞങ്ങൾ ചെയ്യും. ഡിവൈഎഫ്ഐ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യും. നേരത്തെ തന്നെ ശുചീകരണം ഏറ്റെടുത്തു. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം ശുചീകരണമാണ്. കമ്പോള ഉൾപ്പെടെ ശ്യാമോഹന്റെ എല്ലാം നേതൃത്വത്തിൽ ശുചീകരിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. എനിക്കും പറയാനുണ്ടെന്ന്. ഞാൻ കോമ്രേഡ്സ് ഓഫ് കൊല്ലം അറിയത്തില്ലേ? ഞങ്ങൾ കൊല്ലം ജില്ലയിലെ അങ്ങോളം എല്ലാ പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ നിരവധി സഹാക്കൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ സമ്മേളനത്തിൽ കാണാനും പങ്കെടുക്കാനും എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ പ്രവാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയോ? പിന്നെ തീർച്ചയായിട്ടും. അതല്ല, ഞങ്ങൾ ഈ ഓഖി, നിപ്പ, പ്രളയം ഒക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ ഫണ്ട് കൈമാറുകയും അതോടൊപ്പം ഈ കൊറോണ വന്നപ്പോൾ ഒമാനിൽ നിന്നൊരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് നമ്മുടെ മലയാളികളെ കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരു സംഘടനയാണ് കോമ്രേഡ്സ് ഓഫ് കൊല്ലം. സന്തോഷം. അങ്ങനെ എല്ലാവരുടെയും ഒത്തുചേരലിലാണ് ഗംഭീരമായി അത് കഴിഞ്ഞത്. അവിടെയും ആരാ അത്? ശരി. ഹലോ, വയോ. ജില്ലാ പ്രസിഡന്റ് ചിന്ത തന്നെയാണ്, ഡോക്ടർ ചിന്ത തന്നെയാണ് പരിചയപ്പെടുത്തിയത്. ജില്ലാ പ്രസിഡന്റ് ഭാര്യ വോളണ്ടിയറാണ്. ഇവർ രണ്ടുപേരും വോളണ്ടിയേഴ്സ്. ഇവർ റെഡ് വോളണ്ടിയേഴ്സിൻ്റെ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ ചവറ ക്യാപ്റ്റനുമായിരുന്നു അല്ലേ? ചവറ യൂണിറ്റാണോ? ചവറ ഏരിയ അല്ല, ഏരിയ പാർട്ടിയിലെ പോലെ തന്നെയാണല്ലേ? ഡിവൈഎഫ്ഐയിലെ പോലെ തന്നെയാണല്ലേ വോളണ്ടിയേഴ്സിൻ്റെയും? ഏതായാലും ഒരുപാട് സന്തോഷം. ചിന്ത വന്ന് സംസാരിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ പരിചയപ്പെടാനും പ്രേക്ഷകരെ പരിചയപ്പെടുത്താനും കഴിഞ്ഞത്.